ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ടും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾഡ് മോങ്കിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് സാധാരണ ഗ്ലാസ് ബോട്ടിലല്ല കേട്ടോ, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ സെയിം ഗ്ലാസ് ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ചെറിയൊരു സൈസിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലല്ല, ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോട്ടിലൊന്ന് ഇങ്ങനെ ഒന്ന് ബേസ് കോട്ട് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ്റോ ആക്രിലിക് പെയിൻറ്റോ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ, ഒരു ഈവനായിട്ട് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ കളറൊന്നും വന്നിട്ടില്ലെങ്കിലും രണ്ടാമത്തെ കോട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ കളറൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ ബോട്ടിൽ ഇപ്പോൾ ഒരു കോട്ട് പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ പെയിൻറ്റ് അടിച്ചു കൊടുത്തപ്പോൾ ആ ഒരു ബോട്ടിലെ ഡിസൈൻ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ആ ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പരന്നിട്ടുള്ള ഡിസൈനൊന്നും ഇല്ലാത്തൊരു ഭാഗമല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റുമാണ് ഡിസൈൻ ഉള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്താണ് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അതിന് ആ ഒരു റൗണ്ടിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഫസ്റ്റ് കുറച്ചൊരു ലൈനായിട്ട് ഈ ഒരു ലൈറ്റ് വയലറ്റ് കളർ വെച്ചിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ കള്ളി ഉണ്ടല്ലോ, ഓരോ കള്ളിയിൽ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോർഡർ ഇങ്ങനെ ആ വൈറ്റ് കളർ കാണുന്ന രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് ഭാഗത്ത് ചെയ്യേണ്ട കേട്ടോ. കുറച്ച് വീതിയിൽ മാത്രം ഒരു 3-4 കള്ളിയിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴോട്ടും അങ്ങനെ ചെയ്തെടുത്താൽ മതി. കാരണം ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് വേറെ കളേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. നമ്മളൊരു റെയിൻബോൻ്റെ ഒരു തീമിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഒരു വയലറ്റ് കളർ വെച്ചിട്ടൊന്നിങ്ങനെ ആ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ കളറാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വയലറ്റ് ചെയ്ത പോലെ തന്നെ അങ്ങനെ കുറച്ച് ആ ഒരു ഡിസൈനിലേക്ക് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ രീതിയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബ്ലൂ കളറും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗം കൂടെ ഇങ്ങനെ വയലറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ആ ഒരു വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ആ ഒരു കളർ ഉണ്ടല്ലോ വെബ് ജിയോറിൻ്റെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പായിട്ടൊന്നും ഇങ്ങനെ ഇവിടെ കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മേലെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ചെയ്യാൻ കഴിയില്ല കേട്ടോ, കാരണം നമുക്ക് ആ ഒരു വീതി കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെയറായിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രീൻ കളർ കൊണ്ട് ഇങ്ങനെ മേലെ ഭാഗമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ 2-3 കള്ളിയായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കളറാണ്, ലെമൺ യെല്ലോ ആണ് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ലെമൺ യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം കുറേ ഇങ്ങനെ ടൈം എടുക്കുന്നുണ്ട്. കാരണം ചെറിയൊരു സ്പേസ് ആണ്. അപ്പം നമ്മൾ ആ ഒരു 2 സ്പേസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബോർഡറിൻ്റെ ഭാഗത്ത് പെയിൻറ്റ് ആവാതെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ചെയ്ത് ഇത്രയും ആയ സമയത്തേക്ക് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചമൊക്കെ ഒരുപാട് ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ്. അടുത്തായിട്ട് ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ടൊന്നിങ്ങനെ കുറച്ച് ഭാഗം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരു സെയിം കളേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒന്നിങ്ങനെ ചെയ്തിട്ടൊന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഒരു റെയിൻബോ കളറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു വയലറ്റ് കളറ്, പിന്നെ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെ ആ ഒരു 7 കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് ഞാൻ റെഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റെഡ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ആ ഒരു റെഡ് കളർ വെച്ചിട്ട് മാത്രം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ഇങ്ങനെ റെയിൻബോ പോലെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെ ഓരോ കുഞ്ഞു പോർഷനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു റെഡ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു കളർഫുള്ളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്കിനി കുറച്ചുകൂടി ഒന്ന് അതിനൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്യാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ഒരു ബോട്ടിലെ നെക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു 7 പാർട്ടീഷനാക്കി കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ ഈ 7 കളേഴ്സ് തന്നെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈനൊന്നും ചെയ്യാത്ത ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു വയലറ്റ് കളറിലേക്കൊന്നും ഇങ്ങനെ പെയിൻറ്റ് ആവാതെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ നെക്കിൻ്റെ സൈഡിൽ ഓൾറെഡി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ അങ്ങനെ കളേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ മാച്ച് ആവുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കളർ എടുത്തിട്ട് നമ്മൾ കുഞ്ഞു ഇങ്ങനെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആ ഒരു പർപ്പിൾ കളറിലേക്ക് ഇങ്ങനെ ഒരു ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടോ, പക്ഷെ അത്രയ്ക്കൊരു അട്രാക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ റെഡിൽ ഇങ്ങനെ യെല്ലോ വെച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ ആദ്യം ഈ ഒരു വെബ് ജിയോറിൻ്റെ കളർ മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിലേക്ക് അത്രയ്ക്കൊരു ഭംഗി വന്നിട്ടില്ല. എന്നാലും ഞാൻ ഏകദേശം ഒരു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അവിടെ കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലൈറ്റ് ബ്ലൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഈ ഫിംഗർ പെയിൻറ്റിങ്ങിനൊക്കെ ഫ്ലവേഴ്സ് ചെയ്യില്ല, അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു 5 പെറ്റൽസ് ഉള്ള ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഓറഞ്ച് കളറ് പിന്നെ പിങ്ക് കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാലും കിട്ടും ഇങ്ങനെ സ്മോൾ ഫ്ലവേഴ്സ് ഡിസൈൻ, ബോർഡർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും നമുക്കിങ്ങനെ നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ ചെയ്യുന്ന പോലത്തെ ആ ഒരു ബോർഡറൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാപ്പ് ഗ്രീനൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സാപ്പ് ഗ്രീനൊക്കെ ആകുമ്പോൾ ആ ഒരു ബ്ലാക്കിലേക്ക് അത്രയ്ക്കൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഗ്രീൻ യൂസ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു കളറ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കുറേ ലീവ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പേൾ പിങ്ക് അതുപോലെ യെല്ലോ കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ യെല്ലോ കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഓൾഡ് മോങ്ക് ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു റെയിൻബോ തീമിലൊക്കെയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ആ ഒരു റെയിൻബോ കളർ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളേഴ്സ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബാക്കിൽ ഇങ്ങനെ റെഡ് കളർ മാത്രമാക്കാതെ യെല്ലോ കളർ, അപ്പോൾ അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കളർ ചെയ്യാനുള്ള ഒരു മടിയോണ്ട് ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ ബ്രഷ് മാറ്റി ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ ഒരു മടിയോണ്ട് ഇന്നിങ്ങനെ റെഡ് കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നെക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാതിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുക ആ ഒരു ഡിസൈനൊക്കെ ചെയ്തതിനേക്കാളും ഭംഗി ഇങ്ങനെ ആദ്യത്തെ ഒരു പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതാണെന്നാണ്. നിങ്ങൾക്ക് അപ്പോൾ ആ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണോ അല്ലാതെ അതിൻ്റെ മുമ്പുള്ള ഭാഗമാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ അതുപോലെ ആ ഒരു ബ്ലാക്ക് ഏരിയയിൽ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാതെ 2 കോർണറിൽ മാത്രമായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇത് കുറച്ച് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വുഡ് വാർണിഷ് ആണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ആ ഒരു വൈറ്റ് കളറൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു യെല്ലോയിഷ് ആവും, അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ തൽക്കാലം വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള ഓൾഡ് മോങ്ക് ബോട്ടിലായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.